ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടില ഐറ്റം ആണ് ഗൈസ്. നമ്മൾ 2 ടൈപ്പ് ഇല തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേലിച്ചീര, മൈസൂർ ചീര എന്നൊക്കെ പറയുന്ന വേലിച്ചീര തോരനും അതുപോലെ തന്നെ നമ്മുടെ ചേമ്പില വെച്ചുള്ള തോരനും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. ഇത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് വേണ്ട അരപ്പിന് വേണ്ടിയിട്ടുള്ള മഞ്ഞപ്പൊടിയും ഒരു ശകലം തേങ്ങ എടുത്തിട്ടുണ്ട്, ഉപ്പ്, ചെറുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് മുട്ടയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഉപ്പ് ചേർത്ത് ബീറ്റ് ചെയ്ത് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ എല്ലാം ചിക്കി എടുക്കണം. നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ചതച്ചടിച്ചിട്ട് കടുക് തളിച്ചെടുക്കാം. നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പുതിയ ചട്ടിയാണ് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഗൈസ്. ഞങ്ങൾ പുതിയ ചട്ടിയൊക്കെ വാങ്ങിച്ച് ഇതിങ്ങനെ നമുക്ക് എണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം ഗൈസ്. നമുക്കതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ ചുവന്നുമുളകും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ ചീര, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര, മൈസൂർ ചീരയുടെ ഇല നമുക്കിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ആവി കയറ്റി വേവിക്കാം. ഇത് വെന്ത് വരുന്ന നേരത്ത് നമുക്ക് മുട്ട കൂടി ഒന്ന് ചിക്കിയെടുക്കാം. മുട്ട ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഇനി നമുക്ക് ഇതൊന്ന് ചിക്കിയെടുക്കാം. നമ്മൾ മുട്ട ചിക്കി അതിലോട്ട് ഒരു അല്പം മഞ്ഞപ്പൊടിയും ഒരു അല്പം മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇച്ചിരി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അതുകൂടി ഇട്ടൊന്ന് നന്നായിട്ട് ബുർജിയായിട്ട് ചിക്കിയെടുക്കണം. നമ്മുടെ തോരൻ്റെ ഇവിടെ നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ. ഇതാകുമ്പോൾ മുട്ടയും ചെല്ലും, പ്രോട്ടീനും അതുപോലെ തന്നെ ഇലക്കറികളുടെ കണ്ടന്റും എല്ലാം ചെയ്യും, അയണും എല്ലാം അടങ്ങിയിട്ടുണ്ട്. നല്ലതാണ്. ഇതുപോലെ വെച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല രുചിയിൽ അവർ കഴിച്ചോളും. ഒന്നുകൂടി ഒന്ന് വെള്ളം വലിഞ്ഞോട്ടെ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നവരെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിക്കണം. വിട്ട് കിടക്കരുത്, എല്ലാം കൂടി മിക്സ് ചെയ്യണം നന്നായിട്ട്. നമ്മുടെ ഈ ചെറിയ ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. തോരൻ എന്ന് പറയുന്നത് നമ്മൾ ചേനയിലയും പരിപ്പും കൂടിയാണ് തോരൻ വെക്കുന്നത്. ചേനയില ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പരിപ്പ് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് അരപ്പിൽ നമ്മൾ കുറച്ച് നല്ല ജീരകം കൂടി ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ മഞ്ഞപ്പൊടി, ഉള്ളിയും പച്ചമുളകും, ആവശ്യത്തിന് ഉപ്പും, തേങ്ങായും, കുറച്ച് തേങ്ങായും. ഇത് നമുക്ക് ചായച്ചെടുത്തിട്ട് കടുക് തളിച്ചാൽ മതി. എണ്ണ ചൂടായി നമുക്ക് കടുക് താളിക്കാം. അതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന
നല്ല എളുപ്പമാണ്. ചേനയുടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് കർക്കിടക മാസത്തിലെ ഈ ചേനയില കൂടുതലും കൂട്ടാവുള്ളൂ, അല്ലെങ്കിൽ നല്ല ചൊറിച്ചിലാണ് ചേനയിലേക്ക്. കർക്കിടകത്തിൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല. അരപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ പരിപ്പും കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച് ആവി കയറ്റാം. നന്നായിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. നന്നായിട്ട് ചെറിയ തീയിൽ വെച്ച് ആവി കയറട്ടെ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഇനി ഒന്ന് കൂട്ടി വെച്ചൊന്ന് ഒന്നും കൂടി ഒന്ന് ആക്കിയെടുക്കാം. പരിപ്പിൻ്റെ ഒരു സ്വാദും നല്ല ജീരകത്തിൻ്റെ ഒരു ഇത് മണവും എല്ലാം കൂടി വരുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ 2 റെസിപ്പിയും ഇഷ്ടമായെന്ന് കരുതുന്നു.